ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഡോക്ടറെ ഇഞ്ഞ് വാ, ഇവിടെ ആരുമില്ല, ഇഞ്ഞ് വാ, കേറി വാ. ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നോളൂ, ഇങ്ങോട്ട് വാ. ഞാൻ നേഴ്സ് അല്ലേ എന്തായാലും. നീ ഇവിടുത്തെ നേഴ്സാണല്ലേ, അല്ലാതെ എന്റെ പേഴ്സ് അല്ലല്ലോ എന്റെ പോക്കറ്റിൽ കയറി ഇരിക്കാൻ. എന്ത് പറഞ്ഞാലും ഉടനെ ഒരു ദേഷ്യം. ഞാൻ ഒരു കാര്യം ചോദിച്ച തരുവോ? എന്തോന്ന് മറുപടി? ചോദ്യം. പിന്നെ എല്ലാരും പറയുന്നു എനിക്ക് ഭയങ്കര പഞ്ചാരയാണെന്ന്. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി പഞ്ചാര കൂടുതലാണ്. അയ്യോ അതല്ല, ഞാൻ ക്ലോസറ്റിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് ക്ലോസറ്റിലേക്ക് നോക്കുമ്പോ ഉറുമ്പരിക്കുന്നു. ഭാഗ്യം പഞ്ചസാരയായത്, കല്ലായിരുന്നില്ല ക്ലോസറ്റ് പൊട്ടിത്തെറിച്ചു പോയേനെ. ഓ അവിടെ നീ ഡോക്ടർക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആര് പറഞ്ഞു? അല്ലെങ്കിൽ ഇവിടെ പത്രമെന്ന പയ്യനെ പറഞ്ഞു വിടുവോ? ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ വായിച്ചത് പോലും ഇല്ല. അവനെ പോകാൻ പറടാ, ഒന്ന് പോയാൽ 9 വരും. ഇത്രയും ജോലി ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ അതും കൂടെ ചെയ്യാം. അല്ല പിന്നെ ഞാൻ മെഡിക്കൽ സയൻസിനെ ഒരു പുതിയൊരു കണ്ടുപിടുത്തം ഞാൻ കണ്ടുപിടിച്ചു. അതെന്തുവാ? കൊള്ളാങ്കി കൊള്ളാന്ന് പറയണം. അങ്ങനെയാണല്ലോ, മുല്ലപ്പൂവും കൂടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നല്ലേ? പറയൂ, കേൾക്കട്ടെ. അതായത് ഇപ്പൊ ഈ മനുഷ്യന് കിഡ്നി കിട്ടാൻ ഭയങ്കര പാടല്ലേ? ഭയങ്കര പാടത്, കേസൊക്കെ നമ്മൾ അറിയാതെ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കിഡ്നിയുടെ കാര്യം ഞാൻ പറഞ്ഞ ഡോക്ടർ എന്നെ പുകഴ്ത്തുമോ? പറഞ്ഞോളൂ. നമുക്കൊരു പട്ടിയുടെ കിഡ്നി എടുത്ത് ഈ മനുഷ്യന് വെച്ചാൽ നന്നായിരിക്കോ? ഒരു കുഴപ്പമില്ല, എടുക്കാൻ നേരത്ത് കാലിങ്ങനെ പൊങ്ങിയിരിക്കും, അത്രേ ഉള്ളൂ. ഡോക്ടർ കല്ലേലും ഭയങ്കര കളിയാക്കനോട് കൂടുതലാ. പൊതുവെ ഡോക്ടറെ കുറിച്ച് ഭയങ്കര പരാതി ഉണ്ട്. പരാതി? ഇവിടെ ഒരു ചെറിയ വേദനയായിട്ട് വന്ന ഡോക്ടർ എല്ലാരും പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നു. ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയാണ്, അതാണ് ഞാൻ ആത്മാർത്ഥത്തിലേക്കുന്നത്. അതാണ് ഡോക്ടർ റോയി ജോസഫ്. അതാരാണ്? ഈ ഞാൻ. ഡോക്ടറിന്റെ പേര് കുമ്മണി എന്നല്ലേ? അതെന്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടിലത്തോട് കൊച്ചിയിലിട്ട പേരാണ്. ആരെങ്കിലും ഡോക്ടർ കുമ്മണി എന്ന് വിളിക്കൂ? അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടാണ് ഡോക്ടർ റോയി ജോസഫ് BA MB FRCS. പക്ഷെ കുമ്മണി എന്നാണ് പേരെങ്കിലും കാണാൻ ഭയങ്കര സുന്ദരനാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം, സിനിമാ നടനെ പോലുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിട്ടെ, ഞാൻ ഏത് സിനിമ തന്നെ കളിക്കുകയെന്ന് പറഞ്ഞാണ്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ പടത്തിലെ നായകനെ പോലുണ്ട്. ആ നായകന്റെ പേരെന്തുവാടാ? ദിനോസർ. ഡോക്ടർ ഒരു കാര്യം. എന്താണ്? ആ 5-ാം വാർഡിൽ കിടക്കുന്ന പുരുഷോത്തമൻ സെക്സ്റേ ചോദിച്ചിട്ട് തരുന്നില്ല. അയ്യോ, സെക്സ്റേ അല്ല, എക്സ്റേ. അവൻ എപ്പോഴേ അതിവിടെ കൊണ്ടുവച്ചു. ദാ ഇരിക്കുന്നത് കണ്ടില്ലേ അവന്റെ എക്സ്റേ? ഇതിനാകെ കോംപ്ലിക്കേഷൻ അല്ലടാ. എന്തുറ്റി? അവന്റെ വലത്തെ കാലിന്റെ തുടയണയിൽ ആകെ കുരുപ്പുകളാണല്ലോ. അയ്യോ, ഇത് കുരുപ്പല്ല. പിന്നെ അവൻ എക്സ്റേ എടുത്തപ്പോഴേ പോക്കറ്റിൽ കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചിട്ടിരുന്ന അതിന്റെ കുരുകുരുപ്പാണ്. മതി 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 കിണിങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, 5-ാം വാർഡിൽ കിടക്കുന്ന മധുവിന് ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വാ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുത്താൽ പൊട്ടിത്തെറിക്കൂലേ? ബട്ടക്സ് അല്ല, ബട്ടക്സ്. അതായത് ഈ ഭാഗത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാൻ. ഇനി അവിടെ പോകുമ്പോ രോഗി മാറണ്ട. മധുബാല 26 വയസ്സ്, ഫീമെയിൽ. പെണ്ണായിരുന്നോ? ഞാൻ വിചാരിച്ച ആണാന്നുള്ള മൂട് പോയി. ഡോക്ടർ പോയി എടുത്താൽ മതി. എനിക്ക് വയ്യ. നിനക്ക് വയ്യേ? വയ്യ. നീ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുമ്പം നമുക്ക് 2 കൂടി അപ്പുറത്തെ മിനി തിയേറ്ററിൽ നിന്ന് പോണം. എന്റെ കൊറേ നാളത്തെ ആഗ്രഹം. ഡോക്ടർ ഞാനും കൂടെ ഒന്നിച്ച് മുട്ടി ഇരുന്നൊരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണണം. സിനിമാ തിയേറ്ററിൽ പോണ കാര്യമല്ല, അപ്പുറത്തെ മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്ന് പോണോന്ന്. പോയിട്ട് വേണം അങ്ങോട്ട്. ഞാൻ മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ പട്ടി പോകും, ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെയാണ് ഡോക്ടറുടെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണല്ലോ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇന്നലെ ഡോക്ടറിന്റെ വീടിന് വഴി പോയപ്പോ ഞാൻ കണ്ടു. എന്ത്? ഡോക്ടർ അവിടെ വന്ന് പച്ചയ്ക്ക് കട്ടയ്ക്ക് വിറവിരുന്നത്. അയ്യോ, അത് ഇന്നൊരു ഓപ്പറേഷൻ ഉള്ളല്ലേ, അതിന്റെ പ്രാക്ടീസ് ചെയ്തതാ. ഇന്ന് രോഗി ആരാണ് ഇവിടെ വരുന്നത്? ഇന്ന് വരുന്ന രോഗി ആരാണെന്ന് അറിയുമോ? സുരേഷ് ഗോപി. സുരേഷ് ഗോപിയാണോ വരുന്നത്? സുരേഷ് ഗോപി അല്ല, സുരേഷ് ഗോപി. എനിക്ക് അയാൾ എന്ത് ഇഷ്ടമാണെന്നോ. അയാൾ വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കണം, കൂടെ വന്നിട്ട് ഒരു സെൽഫി എടുക്കണം. മിക്കവാറും സെൽഫി എടുത്തതുപോലെ തന്നെ. സുരേഷ് ഗോപി റെഡിയാങ്കിൽ വരൂ. ഇതാരാണ്? ഇതാണ് സുരേഷ് ഗോപി. ഇത് സുരേഷ് ഗോപി അല്ല, നരേഷ് ഗോപി. ഇവിടെ നാണോണ്ടോടെ വയറ് മീർപ്പിച്ചു ഇങ്ങനെ കൊമ്പളെ മുറിച്ച് താടി മുറിച്ച് ഇങ്ങനെ വന്ന് നിൽക്കാൻ തന്നോട് ദൈവം ചോദിക്കണം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആത്മാർത്ഥോട്ട് മനസ്സിൽ നിറയെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ചേരാത്ത പേരെ കിട്ടും. ഞാനെന്തോന്നിയാ, എന്റെ അച്ഛൻ കൊച്ചിലെ എനിക്കിട്ട പേര് സുരേഷ് എന്നാണ്. വളർന്നപ്പോ എന്റെ കയ്യിലിരിപ്പ് കാരണം നാട്ടുകാർ പറഞ്ഞു അവന്റെ കാര്യം ഗോപി. അങ്ങനെ എന്റെ പേര് സുരേഷ് ഗോപി. അപ്പൊ നാട്ടുകാർക്ക് ബുദ്ധിയുണ്ട് അല്ലേ? അതെന്ന് പറയാം. ഞാൻ ഇങ്ങനെ ആശുപത്രി കൂടെ വരുമ്പോഴേ, കയറി ഇറങ്ങി വരുമ്പോഴേ ഞാൻ നോക്കിയപ്പോ എല്ലാ ഡോക്ടർമാരുടെ ചെവിയിലും താണ്ട ഈ ക്ലാപ്പ് ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചേക്കണം. എന്തിന് ക്ലാപ്പ് കുത്തിക്കയറ്റി വെച്ചേക്കണം? അതനിയാ
നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയെ ചികിത്സിച്ച് അവൻ വീട്ടിൽ പോയിട്ട് രോഗം ചികിത്സിച്ചത് കറക്റ്റ് ആയില്ലെങ്കിൽ അവൻ വന്ന് നമ്മളെ ചീത്ത വിളിക്കും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇത് രണ്ടും ചെവിയിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ ഒന്നും കേൾക്കില്ല. ചീത്ത വിളിച്ചാൽ കേൾക്കില്ല. ഇത് വെച്ചാൽ ഒന്നും കേൾക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞാൽ എനിക്ക് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? എന്തിനടേ? വീട്ടിൽ പെണ്ണുമ്പിള്ള ഭയങ്കര ചീത്ത വിളി. ഇതിന്റെ പേരെന്താന്നറിയാം? സ്റ്റെതസ്കോപ്പ്. അതായത് ഹൃദയത്തിന്റെ താളമിളക്കുന്ന സാധനമാണിത്. ഈ സാധനമാണ് ഹൃദയത്തിന്റെ താളം. അതെ. അത് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ എനിക്കിപ്പോ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വയറുണ്ടല്ലോ ഇതാണ്ട് ഇങ്ങനെ വീർത്ത് വരും. അതെന്തുവാ? വായു. പിന്നെ ഗ്യാസ് പോകാൻ പിന്നെ ഭയങ്കര പാടാ. വായു പോകാൻ ഭയങ്കര പാടാ. ഭയങ്കര പാട്. അത് ഭയങ്കര എളുപ്പമാണ് ഗ്യാസ് പോകാൻ. അതായത് ഈ വയറിന്റെ തെക്ക് വടക്കായിട്ട് മാറി ഒരു വാൽറ്റു ഫിറ്റ് ചെയ്താൽ മതി. അപ്പൊ പോവോ? അങ്ങനെ പോവില്ല. എന്നിട്ടൊരു പച്ച ഇറുക്കിലെടുത്ത് മുടിയും തുപ്പിട്ട് അതിലോട്ട് കുത്തി കയറ്റിയാൽ മതി. അപ്പൊ നിറയുന്ന വായു അതിലെ അങ്ങ് പൊക്കോളും അല്ലേ? എടാ മണ്ടങ്കിണാപ്പി, നിന്നെ ഇവിടെ വായുവിന്റെ ഓപ്പറേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇപ്പൊ ഏകദേശം സമയം 10:30. 10:30-നും 11:30 ശുഭമുഹൂർത്തത്തിൽ അത് നടക്കും. ഡോക്ടറെ കല്യാണോ? അല്ലാതെ നിന്റെ ഓപ്പറേഷൻ നടക്കും. ഓപ്പറേഷൻ പൾസ് നോക്കട്ടെ. ഇപ്പഴാ പപ്സ് ചെയ്യാൻ പോണത്. എടാ പപ്സിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ പേഴ്സ് കാണട്ടെ. എടാ ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയാ. മാരകമായ ഒരു ഓപ്പറേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നിനക്ക് അതിനുള്ള ധനശേഷി ഉണ്ടോ എന്ന് എനിക്കറിയണം. അതിന്റെ കാര്യത്തിൽ ഡോക്ടർ പേടിക്കണ്ട. ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയ കാശ് ഞാൻ പറ്റോളം പോലെ ഇറക്കി ചെലവഴിക്കും. ഉറപ്പാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കൈ നീട്ടു. കൈ നോക്കാനല്ലേ? അയ്യോ അതിനല്ല പറഞ്ഞ, അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് ഇത്തിരി കഷ്ടമെന്ന് പറ. വലിച്ചുവിടൂ. എന്തായി കാണിക്കുന്നത്? ഇത് വലിച്ചുവിടാനല്ല പറഞ്ഞത്. ശ്വാസം വലിക്കൂ. ശ്വാസം വലിക്കണം അല്ലേ? എടാ ഒരുപാട് വിലക്കൂടിയ ഉപകരണങ്ങളായിരിക്കുന്നത്. നീ ശ്വാസം വലിച്ച് അതെല്ലാം കൂടെ മൂക്കിലോട്ട് വലിച്ചു കയറ്റുവോ? എടാ ശ്വാസം വിട. ശ്വാസം മുട്ടി ചത്തുവോ? എന്ത് കഷ്ടമെന്ന് പറ. ഇനി ഒരു 15 മിനിറ്റകം തന്റെ ഓപ്പറേഷൻ നടക്കോ? അതിനു മുമ്പ് ബന്ധുക്കളായ അമ്മയോ അച്ഛനെയോ ഭാര്യയോ മക്കളെയോ അളിയരോ ആരെങ്കിലും കാണണമെങ്കിൽ വിളിച്ച് കണ്ടോളൂ. ഇനി പലപ്പം കണ്ടെന്ന് പറയാം. എടാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 ആഴ്ച ഐസിയുലേ കിടക്കുന്നത്. അപ്പൊ അവർ വന്ന് കാണുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അയ്യോ ദൈവം തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും എന്ത് പറ്റി? പേടി, ചെറിയ പേടിയുണ്ട്. എന്തിനു പഠിക്കുന്നത്? അയ്യ ഇങ്ങനെ പഠിക്കുന്ന കാര്യമില്ല. നീ പഠിക്കുന്ന ഓപ്പറേഷന്റെ മല പഠിക്കുന്ന സംഭവമൊന്നുമില്ല. നീ സാർ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ആണുങ്ങളല്ലേ, ഇങ്ങനെ പഠിക്കാൻ കൊള്ളാമോ? മനോധൈര്യം വേണം. എന്ത് പറഞ്ഞാലും നേരിട്ട് പഠിക്കുന്നത്. എന്നെ കണ്ട് പഠി. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പഠിച്ചാൽ അതുകൊണ്ട് കയറി കിടന്നോളൂ. എന്താ മനുഷ്യനെ പേടിപ്പിക്കുന്ന? 2 അറ്റാക്കും 4 ബ്ലോക്ക് വെച്ചിട്ട് നിൽക്കുകയാണ്. അത് മാത്രമാണ് കടത്തി കാലം കുടയുമായിട്ട് വന്ന് എനിക്ക് ആശുപത്രി മുമ്പിൽ എപ്പോഴാ എന്നെ വലിച്ചോണ്ടെന്ന് പറയാൻ പറ്റൂല. എന്താ അവിടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കിടക്ക്. അല്ല ഡോക്ടർ, എനിക്ക് ചെറിയൊരു പേടി. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പേടിക്കേണ്ടത്. എടാ നിനക്ക് മരണത്തെ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. അതെന്ത്? ഞാൻ താണ്ട നൂലി വെച്ച് കിട്ടി മന്ത്രവാദിയുടെ അടുത്ത് പോയി. എവിടെ? ദാണ്ട കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ മന്ത്രവാദികളും കൂടി ചരടി ജപിച്ച് കിട്ടിയിരിക്കും. എന്നിട്ട് എനിക്ക് മരണത്തെ പേടിയാ. അപ്പോഴാ അവൻ്റെ ഒരു ചണട് കടകടങ്ങോട്ട്. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരി. അപ്പോൾ നീ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട ഡോക്ടർ. എന്ത്? ഓപ്പറേഷൻ വേണ്ട. എടാ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തെങ്കിലേ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. വേണ്ട, അത് തനിയെ പൊക്കോളും. ഗ്യാസ് അല്ലേ, തനിയെ പൊക്കോളും. വേണ്ട. എടാ ഈ ഓപ്പറേഷൻ ഫില്ല് ചെയ്യണമെന്ന്. അല്ല വേണ്ട, അത് വേണ്ട. ഞാൻ ഫില്ല് ചെയ്യാം. എന്നാ ഞാൻ കിടന്നോളാം. സത്യത്തിൽ അറിഞ്ഞൂടാ. വെറുതെ കഷ്ടം തന്നെ. പേര് സുരേഷ് ഗോപി. അതെ. തൊഴിൽ സാമൂഹ്യ സേവനം. തൊഴിൽ രഹിതനാണല്ലേ? അതെ. വയസ്സറിയിച്ചോ? നിന്റെ വയസ്സ് അവിടെ അറിയിച്ചിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതറിയിച്ചിട്ടുണ്ട്. എത്ര? 40 വയസ്സ്. 40. നോമിനി ഉണ്ടോ? ഉണ്ട്. പഞ്ചറായി കിടക്കുക. ഒമിനി. ഒമിനി വാനല്ല. നിന്റെ കൂടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന്? എന്റെ കൂടെ ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ. അതല്ല ചോദിച്ചത്. പിന്നെ എടാ നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? എന്റെ കൂടെ എന്റെ ഭാര്യ വന്ന് പുറത്തിരിപ്പുണ്ട്. എവിടെ? അവൻ പുറത്തിരിപ്പുണ്ട്. ഇതിന്റെ പുറത്തിരിപ്പുണ്ട്. എവിടെ ഇരിക്കുന്നു? പുറത്ത് വെളിയിൽ. ഡോക്ടർ കണ്ടില്ലേ? ഒരു വെളുത്തിട്ട് നീല സാരി കൊടുത്താര്. ഞാനങ്ങനെ പെണ്ണുങ്ങളെ നോക്കാറില്ല. ഡോക്ടറെ ഒരു കട്ടി കണ്ണാടിയൊക്കെ വെച്ച് ചുവന്ന വട്ട പൊട്ടൊക്കെ തൊട്ടൊരു. ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ നോക്കാറില്ലടാ. നീണ്ട മുടിയൊക്കെ പിന്നിട്ടിട്ട് അവിടെ. വയറിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചെറിയ മറുകൊള്ള. നിന്റെ ഭാര്യയായിരുന്നു. അപ്പൊ ഭാര്യ ഒന്ന് വിളിപ്പിക്കേണ്ടി വരും.
അതിന് എടാ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ നിനക്ക് വല്ല മരിച്ചു അങ്ങനെ പോവാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തരണം. അതിന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടറെ. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് പോലെ അവള് പറയുന്നത് ഞാൻ ചത്തോയ അവൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ രോഗിയെ മൊത്തത്തിൽ ബോധം കെടുത്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അവിടെ മാത്രമേ മരവിപ്പിക്കൂ. എന്റെ ഇവിടെ മരവിപ്പിക്കും. അത്രയും മരവിപ്പിക്കൂ. രോഗിക്ക് നേരിട്ട് ലൈവായി ഇത് കണ്ടുകൊണ്ട് കിടക്കാം ഓപ്പറേഷൻ ചെയ്യുന്നത്. അതായത് ഓപ്പറേഷന്റെ വിഷ്വൽസ് മുഴുവൻ എനിക്ക് വിഷ്വൽസ് മുഴുവൻ നിനക്ക് കാണാൻ പറ്റും. ഓക്കേ. ഉറപ്പ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഷൈജു ദാമോദരനെ വിളിച്ചൊരു കമന്ററി കൂടെ വെച്ച് കഴിഞ്ഞാൽ കിടക്കും. ഷൈജു ദാമോദരനെ വിളിച്ചൊരു കമന്ററി കൂടെ വെച്ച സംഭവം കേറൂലേ? ഞാൻ നിന്നെ ഇവിടെ വിളിച്ചത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കാനല്ല, വയറിന്റെ ഓപ്പറേഷൻ ചെയ്യാനാണ്. മനസ്സിലായല്ലോ? ഓരോന്നും കൊണ്ടുണ്ടാക്കിക്കൊണ്ടാവുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോ ഓപ്പറേഷനിലേക്ക് കടക്കാൻ പോവാണ്. ആ ഓപ്പറേഷനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവരൂ. ഡോക്ടറെ, നിങ്ങൾ എന്റെ വയർ ഓപ്പറേഷൻ ചെയ്യാൻ പോണോ അതേ എന്റെ വയറ്റിനകത്ത് മരിച്ചിനെ ഇടാൻ പോണോ? ഇയാൾ എന്തോ കാണിച്ചത്? ഇവിടെ ഇപ്പോ ഒരു ശവം വീണേനെ. ഡോക്ടർ, നീയല്ല ഞാൻ. ഇവിടെ നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അത് മാറ്റാൻ വന്ന പ്ലംബറാണ്. അയ്യോ, ഇവിടെ ഒന്നും ബ്ലോക്ക് ഇല്ല. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അയ്യോ, ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു, സിനിമാ തിയേറ്റർ എന്നാണ് പറഞ്ഞത്. വഴിമാറിക്കത് പോയായിരുന്നു. എന്ത് ചെയ്യുന്ന മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട്? അപ്പൊ സുരേഷ് ഗോപി വരൂല. സുരേഷ് ഗോപി ഇങ്ങോട്ട് വരൂ. വരൂല. ഡോക്ടർ, അയ്യോ ഡോക്ടർ, അരമണിക്കൂർ മുമ്പ് ഓപ്പറേറ്റ് ചെയ്ത രോഗിയില്ലേ, അയാളുടെ വയറ്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം എന്ന് ശബ്ദം. അയ്യോ, എന്റെ മൊബൈല് ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇനിയിപ്പോ ബാറ്ററി ചാർജ് ചെയ്യുമ്പോ തനിയെ ഓഫ് ആയിക്കോളും. നീങ്ങ വാ, ഒരു കാര്യം പറയൂ. സുരേഷ് ഗോപി പിണങ്ങി നിൽക്കുകയാണ്. നീ പതുക്കെ പയന് നയിപ്പിച്ച് വിളിച്ചോണ്ട് വാ. എങ്ങനെ നയിപ്പിക്കും? എടാ, വിശ്വാമിത്രനെ തപസ്സിളക്കാൻ മേനക ഇളക്കി കൊണ്ടുവന്നില്ല, അതുപോലെ മേനക എങ്ങനെ ഇളക്കിയത്? ഇനി അതുകൂടെ കാണിച്ചാൽ പോയി വിളിച്ചോണ്ട് വാടാ പതുക്കെ. സുരേഷ് ഗോപി വന്ന് കട്ടിൽ കിടക്കൂ. വരൂല. സുരേഷ് ഗോപി, ഞാനാ പറയുന്ന വന്ന് കട്ടിൽ കിടക്കൂ. വരൂല. ഗോപിയേട്ടാ, കട്ടിൽ കിടക്കൂ. വരൂല. ഗോപിയേട്ടാ വരൂ, കട്ടിൽ കിടക്കൂ. നിങ്ങൾ ആര്? മെയിൽ നേഴ്സ്. നിങ്ങൾ എന്തിന് മെയില് മാത്രം നേഴ്സായിട്ട് വേണം എല്ലാ മാസവും പൊക്കൂടെ? ഓ തമാശക്കാരൻ, നീ താടി പിച്ച് പറിച്ചൊരു ഉമ്മ വരട്ടെ. കിടക്കവിടെ. ഡോക്ടർ, ഇയാൾക്ക് അനക്കിയിട്ട് കൊടുക്കട്ടെ? നീ കൂടുതൽ അനക്കിയിട്ട് കൊടുക്കണ്ട, ഇത്ര അനക്കിയത് മതി. അല്ല, മറ്റേ കുത്തുന്ന മരുന്ന്, മറ്റേ കുത്തുന്ന മരുന്ന്. എടോ, അനസ്തേഷ്യ കൊടുക്കട്ടെ. അനസ്തേഷ്യ കൊടുക്കട്ടെ ഡോക്ടർ. അല്ലാതെ അതിന് ചുമ്മാ വിളിച്ച്. അതെ, ഡോക്ടർ എന്തിനാ മുഖം മൂടുന്നത്? അതെ, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ഏതെങ്കിലും രോഗി മരിച്ചാൽ കൊലക്കുറ്റം വരാതിരിക്കാൻ ഡോക്ടർ മൂടിക്കെട്ടുന്നതാ. എനിക്കെന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല കേട്ടോ. അങ്ങോട്ട് മാറട്ടോ. പേഷ്യന്റിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ നിസ്സാരമാണ് ഓപ്പറേഷൻ നടന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പരമേശ്വരൻ. അവൻ ആഴ്ച കല്ല് വരും. ആഴ്ച കല്ല് വരെ അയക്കുന്ന വീട് പണിയാണോ? മതി. അവൻ ആഴ്ച മൂത്രത്തിൽ കല്ല് വരും. ഇവിടെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വരും. ഞാൻ വയറ് കീറും, കല്ലെടുക്കും, തത്തിയായി. വീണ്ടും വയറ് കീറും, കല്ലെടുക്കും, തച്ച് വയ്ക്കും. വീണ്ടും വയറ് കീറും, കല്ലെടുത്ത്, അങ്ങനെ എല്ലാ ആഴ്ചയിലും ഓപ്പറേഷൻ ചെയ്യും. അത് പേടിക്കണ്ട. ഡോക്ടർ ഒരു മണ്ടൻ തന്നെ. ഈ എല്ലാ ആഴ്ചയും വയറ് കീറും, കല്ലെടുക്കും, തച്ച് വയ്ക്കും. വയറ് കീറും, കല്ലെടുക്കും, തച്ച് വയ്ക്കും. അതിനേക്കാളും അവിടെ ഒരു സിബ് അങ്ങ് പിടിപ്പിച്ചാ പോരെ? സിബ് മാത്രമാക്കണ്ട, അവിടെ ഒരു പിടിയും പിടിപ്പിച്ച് അടിയിൽ 2 ചെറിയ ബീലും കൂടെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് സൂട്ട് കേസായിട്ട് വലിച്ചുകൊണ്ട് പോകാം. കിടക്കോ, ഓപ്പറേഷൻ വിളിച്ച ഓരോന്ന് കാണിക്കുന്നത് അല്ലേ? അനസ്തേഷ്യ കൊടുക്ക്, പെട്ടെന്ന് കൊടുക്ക്. കിടക്കൂ. ഡോക്ടർ, ഇയാടെ കണ്ണിൽ രക്തമയം ഇല്ല കേട്ടോ. എണീക്ക് നോക്കട്ടെ. അയ്യോ, രക്തക്കുറവുണ്ട്. ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ കുറെ രക്തം പോകും. അപ്പൊ രക്തപ്രസാദം വേണം. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഏത് ഫ്രൂട്ട്സ് കഴിക്കുന്നത്? ഞാൻ കഴിക്കുന്ന പേരക്കാണ്. ഏത്തപ്പഴം കഴിക്കണം. ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ കിഡ്നിയിൽ കല്ല് വരും. പേരക്ക കഴിച്ചാൽ അങ്ങനെയാണെങ്കിൽ പറന്ന് നടക്കണ വവ്വാൽ എന്തോരം പേരെ കഴിക്കുന്ന അതിന് എന്തോരം കല്ല് വരണം? നമ്മളെ കിടക്കാണ് വവ്വാല്. വവ്വാലിന് നല്ല ബുദ്ധിയല്ലേ? അത് പേരക്ക കഴിച്ചിട്ട് മരത്തിൽ കയറി ഇങ്ങനെ തല കീഴായി കിടക്കും. കല്ല് വരും, തുപ്പിയാൻ കളയും. മനസ്സിലായില്ലേ? അതെ. എന്താ ചിരിക്കുന്നത്? വൃത്തികെട്ട വവ്വാല്. അത് ബാത്റൂമിൽ പോണ കാര്യം ആലോചിച്ചാണ്. കുറച്ച് കഴിയുമ്പോ നീ ബാത്റൂമിൽ പോകും. കിടക്കങ്ങോട്ട്. പെട്ടെന്നാവട്ടെ ഡോക്ടറെ. ഈ 2 സൈഡും പറ്റ വെട്ടി ബോക്സർ ആക്കണം. താടി ഒന്ന് ട്രിം ചെയ്യണം, മീശ ഒന്ന് ട്രിം ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, പപ്പായയുടെ ഒരു ഫേഷ്യലും കൂടെ ചെയ്താലും. അതിന് ഒരുപാട് സമയം എടുക്കും. ഒരുപാട് സമയമില്ല, നിനക്കാകുമ്പോ എനിക്ക് ഇത്തിരി സമയം മതി. കിടക്കടാ അങ്ങോട്ട്. അപ്പൊ ഓപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാം റെഡി ആണല്ലോ നേഴ്സ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം.
അല്ല ഡോക്ടറെ ഒരു കാര്യം പറയട്ടെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോണെങ്കിലേ എന്റെ വയറ് കീറുമല്ലോ അപ്പൊ അതിനകത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ഒരു 50 പൈസ വിഴുങ്ങിയിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ ഒന്ന് എടുക്കാം. പിന്നെ 7ാം ക്ലാസ്സിൽ വെച്ച് ഒരു 2 രൂപ തൊട്ട് വിഴുങ്ങി അതൊന്നും അതെടുക്കാം. പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് ഒരു 10 രൂപ തൊട്ട് വിഴുങ്ങി അതൊന്നും എടുത്തു തരുമോ? സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് വയറാണോ അതോ വഞ്ചിയാണോ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളൊന്നും ഇങ്ങനെ മുടങ്ങിയിട്ടില്ലേ. അപ്പൊ തുടങ്ങല്ലേ? ഓപ്പറേഷൻ മുമ്പ് ഡോക്ടർ എന്താ ഭജന നടത്തണോ? ഭജനയല്ല, എന്റെ കൈ രണ്ടും വിറയ്ക്കുന്നത് പോലെ. കൈ വിറയ്ക്കുന്നോ? ഓ, എനിക്ക് എന്റെ ശരീരമൊക്കെ തളരുന്നത് പോലെ. ഓ, ഞാൻ ഗുളിക എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വിയർക്കുന്ന പോലെ, ശരീരമൊക്കെ വിയർക്കുന്ന പോലെ. എന്നാ വിളിച്ചിട്ട് കിടക്ക്. അയ്യോ വേണ്ട, കിടന്നാൽ ശരിയാവൂല. എന്നാ ഒരു മരുന്ന് എഴുതി തന്നെ പുറത്ത് പോയി വാങ്ങിച്ചു വേണ്ട വരാം. വേണ്ട, എന്നാ ഞാൻ ബട്ടൺസിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. പോടാ മാറി. അയ്യോ, ആ മനുഷ്യനാകെ വല്ലാതിരിക്കുമ്പോഴാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്, വേറെ ഏതെങ്കിലും ഒരു നല്ല ആശുപത്രി പോയി ഒരു നല്ല ഡോക്ടറെ ഇരുന്ന് കാണിക്കടാ. ഡോക്ടർ